dynamic force analysis in slider crank mechanism. So figure shows a slider crank mechanism. Here you can see crank connecting rod piston. So a gas cylinder, this is called a cylinder piston. IC engine, internal combustion engine. ഇവിടെ ഒരു എയർ ഫ്യൂൽ മിക്സർ ഉണ്ടാവും. അപ്പോൾ അത് ബേൺ ചെയ്യുന്ന സമയത്ത് ഒരു ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഫോഴ്സ് നമ്മൾ പറയും ഗ്യാസ് ഫോഴ്സ് എന്ന് പറയും. ഗ്യാസ് ഫോഴ്സ്. സോ ഡ്യൂ ടു ദിസ് ഗ്യാസ് ഫോഴ്സ് ഓൺലി ദിസ് മെക്കാനിസം ഈസ് വർക്കിംഗ്. അപ്പോൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടെയല്ല, ഇവിടെ ഔട്ട്പുട്ടാണ് വരിക. ഔട്ട്പുട്ട് ഇവിടെ, ഈ ഭാഗത്താണ് ഇൻപുട്ട്, ഇവിടെ ഔട്ട്പുട്ട്. ഇങ്ങനെ വരും ക്രാങ്കിൻ്റെ റൊട്ടേഷൻ. ഇത് IDC, ഇത് ഔട്ടർ ഡെഡ് സെൻറ്റർ ODC. ഓക്കെ, ഇത് ഗ്യാസ് ഫോഴ്സ് FP. ഇത് നോർമൽ റിയാക്ഷൻ. ഇത് നോർമൽ റിയാക്ഷൻ. ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, നമ്മളിപ്പോൾ അല്ലേ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ഒരു നോർമൽ റിയാക്ഷൻ അക്സെപ്റ്റ് ചെയ്യുമല്ലോ അല്ലേ. ഇതിങ്ങനെ സർഫസിൽ വെക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. അപ്പോൾ അതേമാതിരി ഉണ്ട് ഇവിടെ. ഇപ്പോൾ സ്ലൈഡർ ഇവിടെ ഉണ്ട്, ഇതൊരു ടച്ച് ചെയ്തിട്ടുള്ളൂ. സോ ഡെഫിനറ്റ്ലി ദർ വിൽ ഹാവ് എ നോർമൽ റിയാക്ഷൻ. FQ മീൻസ് ഫോഴ്സ് along the connecting rod. ഓക്കെ, ആ ഫോഴ്സ് വന്നിട്ട് കണക്റ്റിംഗ് റോഡ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് വന്നിട്ട് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത് FQ. അപ്പോൾ ആ FQ എന്ന് പറയുന്ന കണക്റ്റിംഗ് റോഡ് രണ്ട് കോമ്പണൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതിലൊരു കോമ്പണൻ്റ് എന്ന് പറയുന്നത് കോമ്പണൻ്റ് ഓഫ് ഫോഴ്സ്. FQൻ്റെ ഒരു കോമ്പണൻ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് അലോങ് ദി ക്രാങ്ക്, അല്ലെങ്കിൽ വിച്ച് ഈസ് പാരലൽ ടു ക്രാങ്ക്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന. മറ്റൊരു കോമ്പോണൻറ്റ് ആക്ട് ചെയ്യുന്നത് ഈ ക്രാങ്കിന് 90 ഡിഗ്രി ആയിട്ടാണ്. ക്രാങ്കിന് 90 ഡിഗ്രി ആയിട്ട് FT. സോ FB, FT എന്ന് പറയുന്നത് എന്താണ്? അത് FQ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ കോമ്പോണൻസ് ആണ്. അതിലൊരു കോമ്പോണൻറ്റ് ക്രാങ്കിൽ കൂടി ആക്ട് ചെയ്യുന്നത്, മറ്റേ കോമ്പോണൻറ്റ് FQൻ്റെ മറ്റേ കോമ്പോണൻറ്റ് ക്രാങ്കിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും, പറ്റില്ലേ? FQ, the resultant force FQ. അതിലൊരു കോമ്പോണൻറ്റ് വിച്ച് ഇസ് പാരലൽ ടു FB. അപ്പോൾ ഇതിങ്ങനെ വരും. മറ്റൊരു ഇതിന് പെർപെൻഡിക്കുലർ അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെലോസിറ്റി ആക്സിലറേഷൻ ഡയഗ്രം വരയ്ക്കുന്ന പോലെ തന്നെ ഇതിന് പാരലായിട്ട് കൊണ്ടുവരിക. സോ ഡെഫിനറ്റ്ലി ഇങ്ങനെ വരും. അപ്പോൾ ഇത് 90 ഡിഗ്രി. സോ ഇത് റിസൾട്ടൻ്റ് ഫോഴ്സ് ആകുന്ന സമയത്ത് ഇതായിരിക്കും കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ കോമ്പോണൻ്റാണ് ഇത് കോമ്പോണൻ്റാണ്. അപ്പോൾ ഏറോ മാർക്ക് ഇങ്ങനെ വരും, ഇങ്ങനെ വരും, മറ്റേത് ഇതേപോലെ വരും. സോ ദിസ് വിൽ ബി ദി റിസൾട്ടൻ്റ്. സോ ദിസ് ഈസ് FT ആൻഡ് FB. FT, FB means what? FT, FB. FT means tangential force. FT, tangential force on crank pin. ഇത് നമുക്ക് FT എടുക്കാം. ഓക്കെ, ഇതാണ് ക്രാങ്ക് പിൻ ഇവിടെ ഉണ്ടാവും. ക്രാങ്ക് പിൻ. അപ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് ഓൺ ക്രാങ്ക് പിൻ ഈസ് FT. ത്രസ്റ്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗ്. ഇവിടെയാണ് ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗ്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗ് ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗ് ഈസ് FB. ടേണിംഗ് മൊമെന്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ്. ടേണിംഗ് മൊമെന്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ടോർക്ക്. സോ ടേണിംഗ് മൊമെന്റ് ഇത് റൊട്ടേറ്റ് ചെയ്യല്ലോ. ഡ്യൂ ടു ദിസ് FT it will rotate. So turning moment on the crankshaft is T. The force in the piston rod, the piston acting a force, that will be FP. The pressure on the guide bar, not guide bar. This is called guide bar. The guide bar is piston angottu ingotu പോകുന്നത്. So at this particular position or at this particular instance, the pressure on the guide bar is represented by Fn. Thrust in the connecting rod. Connecting rod could act in a force. It is represented by FQ. It is represented by
FQ. So these are the forces, main forces acting. So FP, F1, FQ, FT, FB, and finally torque. അപ്പോൾ ഇതിനൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനേർഷ്യ ഫോഴ്സ് അനാലിസിസ് കാണാൻ പറ്റൂ. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനേർഷ്യ ഫോഴ്സ് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റൂ അല്ലേ. അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ വേണ്ടത്? വി ഹാവ് ടു ഡു ദി ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ്. മുന്നേ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് പഠിച്ചിട്ടുണ്ട്. അവിടെ ഇനേർഷ്യ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൽ ഇനേർഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യണം. ഓക്കെ. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഹിയർ വി ഡീൽസ് വിത്ത് ദി ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദി പിസ്റ്റൺ ആണ്. ഹിയർ വി ഡോണ്ട് കൺസിഡർ ദി ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. ഹിയർ വി നെഗ്ലക്ട് ദി വെയിറ്റ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. പക്ഷേങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് പ്രകാരം നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ അവിടെ മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. മാസ് ഓഫ് ദി പിസ്റ്റൺ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദി പിസ്റ്റൺ മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ്, വെയിറ്റ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ് എടുക്കുന്നില്ല. കാരണം എടുത്താലും പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. സോ അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. സോ സ്റ്റഡി പർപ്പസിന് അവിടെ ജസ്റ്റ് എന്ത് ചെയ്ത് ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദി പിസ്റ്റൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനേർഷ്യ ഓഫ് ദി പിസ്റ്റൺ. ഹിയർ വി ഡോണ്ട് ഡീൽസ് വിത്ത് ദി ഇനേർഷ്യ ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. അതായത് വി നെഗ്ലക്ട് ദി വെയിറ്റ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. ലെറ്റ് എം സഫിക്സ് ആർ. എന്താണ് എം സഫിക്സ് ആർ എന്ന് പറഞ്ഞാൽ? അത് ഈ പ്രോബ്ലത്തിൽ കാണുമ്പോൾ മനസ്സിലാക്കണം. എം സഫിക്സ് ആർ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട്. ഇവിടെ മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് എന്താണ്? പിസ്റ്റൺ ഈസ് ദി മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട്. ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ലെറ്റ് എം ആർ ബി ദി മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട്. ഇറ്റ്സ് യൂണിറ്റ് കിലോഗ്രാം. സോ ഡെഫിനറ്റ്ലി വെയിറ്റ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ എന്താ വരിക? വെയിറ്റ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് ഈസ് ഈക്വൽ ടു W suffix R. Weight of the reciprocating part WR is equal to mass of the reciprocating part into G. അപ്പോൾ ഓർമ്മിക്കുക, ഹൊറിസോണ്ടൽ സ്റ്റീം എഞ്ചിൻ, ഇത് ഹൊറിസോണ്ടൽ എഞ്ചിനാണ്. ഇത് നേരെ തിരിച്ചു വെച്ചാൽ എന്താ പറയും? വെർട്ടിക്കൽ എഞ്ചിനായി. അപ്പോൾ ഈ വെർട്ടിക്കൽ എഞ്ചിൻ്റെ കേസിൽ മാത്രമേ നമ്മൾ വെയിറ്റ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് എടുക്കുന്നുള്ളൂ. ഹൊറിസോണ്ടലിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ M2G എന്ന് പറയുന്നുണ്ടല്ലോ, അത് നെഗ്ലക്റ്റഡ് ആണ്, കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഇവിടെ മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരു നോർമൽ റിയാക്ഷൻ അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഹൊറിസോണ്ടൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ കേസിൽ MR into G, മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് ഇൻറ്റു 9.81 അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദി പിസ്റ്റൺ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ വെർട്ടിക്കൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ കേസിലാണ് നമ്മൾ MG കൺസിഡർ ചെയ്യുന്നത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഹൊറിസോണ്ടലിൻ്റെ കേസിൽ MG എടുക്കുന്നില്ല, വെർട്ടിക്കലിൻ്റെ കേസിലാണ് MG എടുക്കുക. ഓക്കെ, സോ ഹിയർ ക്വസ്റ്റ്യൻ വയ്ക്കുക. ഹൊറിസോണ്ടൽ സ്റ്റീം എഞ്ചിൻ, ഹൊറിസോണ്ടൽ സ്റ്റീം കാണും മനസ്സിലാക്കണം. ഹൊറിസോണ്ടൽ steam engine running at 240 rpm has a bore of 300 mm. അത് പറയുമ്പോൾ പിസ്റ്റന്റെ ഡയമീറ്റർ 300 mm, അതിന് മീറ്ററിലേക്ക് മാറ്റുക. സ്ട്രോക്ക് 600 mm. സ്ട്രോക്ക് മീൻസ് ഈ പിസ്റ്റന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള മൊത്തം നീളം. ക്യാപിറ്റൽ ലെറ്റർ L ഈസ് ഈക്വൽ ടു 600 mm. ക്യാപിറ്റൽ ലെറ്റർ L ഈസ് ഈക്വൽ ടു 2 times റേഡിയസ് ഓഫ് ദി ക്രാങ്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. L ഈക്വൽ ടു 2 times R ആണ്. So from this, it is 600 ആകുമ്പോൾ R വരും. R is equal to 300 mm. അത് മീറ്ററിലേക്ക് മാറ്റും, 0.3 മീറ്റർ എന്ന് വരും. പിന്നെ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്
1.05. Connecting rod means small letter L. Crank representing the radius of the crank is represented by small letter R. Small letter L is the length of the connecting rod. Capital letter L is the distance between the stroke length. Piston extreme left and extreme right distance. Stroke length. That is capital letter L. But the mass of the reciprocating part is given. Mass of the reciprocating part of the orbital or the dynamic force analysis in the problem. When the crank is 60 degree past the inner dead center, so theta equal to 60 degree. When the crank is 60 degree past inner dead center, the steam pressure on the cover side of the piston. The steam pressure on the cover side of the piston. Internal combustion engine എന്ന് പറയുമ്പോൾ അല്ലേ ഇങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയി സംതിങ് ഇങ്ങനെ ഉണ്ടാകാം. അപ്പോൾ ഈ ലെഫ്റ്റ് ഭാഗത്ത് ഇവിടെ സ്പാർക്ക് പ്ലഗ് ഉണ്ടാവും. ഇവിടെയാണ് കമ്പഷൻ നടക്കുക. ഓക്കെ, ഇവിടെയാണ് സിലിണ്ടർ ഹെഡ്. അപ്പോൾ സിലിണ്ടർ ഹെഡിന്റെ ഈ ഭാഗം പിസ്റ്റന്റെ കവർ സൈഡ് മീൻസ് വാട്ട്, അതായത് സിലിണ്ടർ ഹെഡിന്റെ ഭാഗം പിസ്റ്റന്റെ രണ്ട് സൈഡല്ല, ഈ സൈഡും ഈ സൈഡും. അപ്പോൾ സിലിണ്ടർ ഹെഡിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗം, സിലിണ്ടർ ഹെഡിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് കവർ സൈഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രാങ്ക്. അപ്പോൾ ക്രാങ്കിന്റെ ഭാഗത്ത് വരുന്ന പിസ്റ്റന്റെ ഭാഗം. ഓക്കെ, ഇതാണ് ക്രാങ്ക് സൈഡ്. സിലിണ്ടർ ഹെഡിന്റെ ഭാഗത്ത് വരുന്നത് കവർ സൈഡും ക്രാങ്കിന്റെ ഭാഗത്ത് വരുന്നത് എന്തായിരിക്കും? ക്രാങ്ക് സൈഡ് എന്ന് പറയും. ക്രാങ്ക് സൈഡ്. സിലിണ്ടർ ഹെഡിന്റെ ഭാഗത്ത് വരുന്നത് കവർ സൈഡ്, ക്രാങ്കിന്റെ ഭാഗത്ത് വരുന്നത് ക്രാങ്ക് സൈഡ്. അപ്പോൾ ഇതൊരു സിംഗിൾ ആക്ടിങ് അപ്പോൾ ഇത് സിംഗിൾ സിലിണ്ടർ ഡബിൾ ആക്ടിങ് ആണ്. കാരണം ഇതിൽ കൂടിയും വരുന്നുണ്ട്, ഇതിൽ കൂടിയും വരുന്നുണ്ട് പ്രഷർ. സിംഗിൾ സിലിണ്ടർ ഡബിൾ ആക്ടിങ് ആണ് ഈ എൻജിൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് രണ്ട് പ്രഷർ കാണാൻ പറ്റും, ഒന്ന് ഇതും ഒന്ന് ഇവിടെയും. ഓക്കെ, the steam pressure on the cover side of the piston is 1.125 Newton per mm square. അപ്പോൾ ഇതിന് മീറ്ററിലേക്ക് മാറ്റണം. Newton per mm square മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 1.125 into 10⁶ Newton per meter square. While on the crank side is pressure P2 is equal to 0.125 into 10⁶ Newton per meter square. Neglect the area of the piston rod. ഇവിടെ ഒരു പിസ്റ്റൺ റോഡ് ഉണ്ടല്ലോ, ആ പിസ്റ്റൺ റോഡിന്റെ ഏരിയ നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ പിസ്റ്റൺ റോഡിന്റെ ഏരിയ നെഗ്ലക്ട് ചെയ്താൽ എന്ന് സംഭവിക്കുക, ഈ രണ്ട് ഏരിയ ഈക്വലായി. Neglect the area of the piston rod. Determine the force on the piston rod. Force on the piston rod means piston മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. Pressure on the guide bar, thrust in the connecting rod, tangential force on the crank pin, thrust on the cylinder bearing, turning moment on the crankshaft. ഇത്രയും കണ്ടുപിടിക്കണം. അപ്പോൾ 1 mm square 1.125 Newton per mm square is equal to എത്ര Newton per meter square ആണ്? നമുക്കറിയാം 1 meter is equal to 10⁻³ mm. 1 meter square is equal to 10⁶ mm square. So 1 mm square is equal to 1/10⁶ meter square. So ഇവിടെ 1.125 into Newton into 1/mm square ആണ് ഇവിടെ അല്ലേ. So 1.125 into Newton into 1 mm square is equal to meter square by 10⁶. അപ്പോൾ 1/mm square എന്തായി മാറി? 10⁶ per meter square. So thus we will get 1.125 into 10⁶ Newton per meter square. ഇങ്ങനെ വേണം കൺവേർട്ട് ചെയ്യാൻ, ഇത്തരത്തിൽ വേണം കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, some important equations. Horizontal reciprocating engine കേസിൽ വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻ FP is equal to, F means gas force on the piston is equal to FL. FL means load on the piston pressure minus inertia force minus RF. RF means frictional resistance. അതായത്
ഇപ്പോൾ അറ്റ് ദിസ് പർട്ടിക്കുലർ പൊസിഷൻ ഇവിടെ ക്രാങ്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാങ്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യാം. ഇവിടെ തുടങ്ങി ഇവിടെ ആക്സിലറേറ്റ് ചെയ്യും, പിന്നെ ഡീസലേഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പിസ്റ്റൺ ഇവിടുത്തെ സ്ലോ സ്പീഡ് കൂടുകയും 180 ഡിഗ്രിയിലേക്ക് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി പിസ്റ്റൺ മൂവ്മെന്റ് വാസ് സ്ലോ, ദാറ്റ് ഇറ്റ് ഈസ് ഗ്രാജുവലി ഇൻക്രീസിങ് ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് കമ്മിങ്. അപ്പോൾ IDC ഇവിടെ എത്തി. റിട്ടേൺ എങ്ങനെ ഉണ്ടാവുക, സ്പീഡിൽ നിന്ന് കുറവിലേക്കാണ് വരുന്നത്. ആദ്യം ഇവിടെ നിന്ന് ഫാസ്റ്റിലേക്ക് വന്നു, അപ്പോൾ ഇവിടെ എത്തി. ഇത് ക്രാങ്ക് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തി, അപ്പോൾ പിസ്റ്റൺ ഇവിടെ എത്തി, ആക്സിലറേറ്റഡ്. ഫ്രം ODC ടു IDC ക്രാങ്ക് വരുമ്പോൾ ഡീസലറേറ്റഡ്. ഇങ്ങനെയാണ് മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇനേർഷ്യൽ ഫോഴ്സ് എപ്പോഴും എങ്ങനെ ഉണ്ടാവുക, ആക്സിലറേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദി പിസ്റ്റൺ, കാരണം പിസ്റ്റന്റെ മാസം വന്നിട്ടില്ല. ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദി പിസ്റ്റൺ. അപ്പോൾ പിസ്റ്റൺ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് θ = 60 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ പിസ്റ്റൺ ആക്സിലറേറ്റ് ചെയ്യുന്നു, IDC ടു ODC ആക്സിലറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഇനേർഷ്യ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് വരിക. ഡീസലറേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇറ്റ് ഈസ് പിസ്റ്റൺ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ഇനേർഷ്യ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസായിട്ടല്ല വരിക, അതിൻ്റെ സ്പീഡിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ സിൻസ് 0 to 180 ഡിഗ്രി വരെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഇക്വേഷൻ മാറും, FP is equal to FL minus FI minus RF എന്ന് വരിക. ഓക്കെ, സപ്പോസ് ക്വസ്റ്റ്യൻ്റെ ക്രാങ്കിൻ്റെ പൊസിഷൻ ഇതിന് പകരം ഇവിടെയാണെന്ന് വിചാരിച്ചോ, ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു സ്റ്റൈലിലെ ക്രാങ്കിന് വരിക. ഇങ്ങനെയാകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, 0 to 180, 180 to 360 വരുന്നത്. 180ൻ്റെ 360ൻ്റെയും ഇടയിലാണ് ഈ ക്രാങ്കിൻ്റെ പൊസിഷൻ എങ്കിൽ എന്താ പറയുക, സപ്പോസ് θ is equal to 60ക്ക് പകരം ഒരു 270 അല്ല 180ക്കും 360ക്കും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ തന്നാൽ നമ്മളെ ഇനേർഷ്യ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ മാറും, FP is equal to FL plus I മാറും, FI minus RF. RF എപ്പോഴും മൈനസ് ആയിരിക്കും, കാരണം ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ക്രാങ്കിൻ്റെ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഫ്രിക്ഷൻ ഇങ്ങോട്ട്, പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഫ്രിക്ഷൻ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ 0 to 180 ആയിരിക്കും പിസ്റ്റൻ ഇങ്ങോട്ടേക്കാണ്, അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. 180 to 270 പിസ്റ്റൻ ഇങ്ങോട്ടേക്കാണ് വരുന്നത്, അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. 0 to 180 പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടേക്ക്, അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. 180 to 360 പിസ്റ്റൻ ഇങ്ങോട്ടേക്കാണ്, അപ്പോഴും ഇനേർഷ്യ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ രണ്ട് കേസിലും ഇനേർഷ്യ ഫോഴ്സ് ഫ്രം ഹിയർ ടു റൈറ്റ് ടു ലെഫ്റ്റ് വരിക. പക്ഷേ റൈറ്റ് ടു ലെഫ്റ്റ് വരാനുള്ള കാരണം അറിയണം, ഇവിടെ ആക്സിലറേഷനാണ്, സോ ഇനേർഷ്യ ഫോഴ്സ് ഓപ്പോസിറ്റ്. ഇവിടെ ഡീസലറേഷനാണ്, സോ ഇനേർഷ്യ ഫോഴ്സ് എയ്ഡിങ് ദ മോഷൻ, AIDING, എയ്ഡിങ് ദി മോഷൻ, ആ മോഷനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ഇക്വേഷൻസ്. ഇത് കൃത്യമായിട്ട് ഓർമ്മിക്കണം. FP is equal to FL minus FI minus RF. ഇത് ക്രാങ്കിൻ്റെ ആംഗിൾ 0 to 180 വരുന്ന സമയത്ത്, ഇവിടെ 180 to 360 വരുന്ന സമയത്ത് FL plus FI minus RF. ഇവിടെ നോക്കിയാൽ മതി, പിസ്റ്റൺ ഈസ് ആക്സിലറേറ്റഡ് ഫ്രം IDC to ODC. ഇത് IDC നിന്ന് ODCയിലേക്ക് പിസ്റ്റൺ ആക്സിലറേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വരുന്നത്. മറ്റേ കേസിലോ പിസ്റ്റൺ ഈസ് ഡീസലറേറ്റഡ്, ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ക്രാങ്ക് ODCയിൽ നിന്ന് IDCയിലേക്ക് വരുമ്പോൾ പിസ്റ്റൺ ഈസ് ഡീസലറേറ്റഡ്. പിസ്റ്റൺ ഈസ് ഡീസലറേറ്റഡ് ഫ്രം ODC to IDC, therefore plus sign, positive sign, therefore positive sign. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വരുന്നത്. എന്തുകൊണ്ട് പ്ലസ് വരുന്നു, എന്തുകൊണ്ട് മൈനസ് വന്നു, എന്തുകൊണ്ട് പ്ലസ് വന്നു, അതിന് കാരണം എന്താ, മെയിനായിട്ട്
Okay. The dotted line, it is the line of stroke of the piston. Line of stroke. Line of stroke of the piston. Line of stroke of the piston. Theta is the angle between line of stroke and angle. Phi is the angle between connecting rod and the line of stroke of the piston. Phi. ഇനി ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് ലൈൻ ഓഫ് സ്ട്രോക്ക്, ഇത് നമ്മുടെ ഇവിടെ എഫ് എൻ ഉണ്ട്, ഇത് എഫ് പി, ഇത് എഫ് ക്യൂ. ഓക്കെ, അപ്പോൾ എനിക്ക് എഫ് പി അറിയാം, പക്ഷേ എഫ് ക്യൂ എഫ് എൻ അറിയില്ല എന്ന് വിചാരിക്കുക. സോ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചാൽ അതിൽ ഫോഴ്സ് കോർഡിനം പഠിച്ചാൽ മതി. Okay, so this is FP. This is F1 and this is FQ. The angle theta. So here we can write sin theta is equal to phi and phi. Sin phi is equal to opposite side divided by hypotenuse. Cos phi is equal to FP divided by hypotenuse. So from this you can write F1 is equal to FQ sin phi and FQ is equal to FP divided by cos phi. Here an equation. തൽക്കാലം ഇത് പിന്നെ പറയാം, കൺഫ്യൂഷൻ ആകണ്ട, കാരണം അത് പ്രോബ്ലത്തിൽ വരുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ. So given data, capital letter 240 rpm, capital letter D 300 mm, 0.3 meter, L equal to 2 r 600 mm, length of the conducting load 1.05 meter, then mass of the reciprocating part 60 kg, theta equal to 60 degree, radius 0.3 meter, because L equal to 2r on it. So from r is equal to L by 2, 600 divided by 2 is equal to 300 millimeter. A millimeter in a meter like a matua. So 0.3 meter. Then P1 equal to 1.125 Newton per mm square. Other number matua 1.125 into 10 raised to 6 Newton per meter square. Theta is equal to 0.0125 Newton per mm square. That is equal to 0.0125 into 10 raised to 6 Newton per meter square. Then area of the piston, both diameter is given. So pi by 4 into d square, pi by 4 into 0.3 square, 0.07 meter square. A1 equal to A2 equal to A na vartula question. So first we have to find out FP. FP is equal to FL plus or minus FI minus RF. Fi means inertia force on the piston. Fi equal to mr omega square r into cos theta plus cos 2 theta divided by n. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക. ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദി പിസ്റ്റൺ കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് എം ആർ ഒമേഗ എം ആർ മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ എൻ, where n is equal to L by R. L means length of the connecting rod divided by radius of the triangle. അതായത് 1.05 divided by 0.3 is equal to 3.5. ഇവിടെ കാണാൻ പറ്റും. n equal to L by R, 1.05 divided by 0.3 is equal to 3.5. അങ്ങനെ അത് കിട്ടി. ഓക്കെ, ഇനി കോസ് 2 തീറ്റ, തീറ്റ അറിയാം. ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കുക? ഒമേഗ ഇക്വൽ 2πn/60, 2 into pi into n is given 240. n is given 240 divided by 60 is equal to 25.13 radian per second. Mass of the reciprocating parts is given. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും മാസ് ഓഫ് ദി 60 കിലോഗ്രാം. സോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 60 Fi is equal to ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 60 into omega 25.13 whole square into r 0.3 into cos 60 plus cos 120 divided by 3.5 is equal to 4060 Newton. അങ്ങനെ inertia force of the piston കിട്ടി. So gas force Fp is equal to എത്ര വരിക? അതൊക്കെ Fl minus Fi ആണ്. Fl minus Fi.
FL means net load on the piston. FI means inertia force on the piston. Inertia force of the piston. അപ്പോൾ FP is equal to FL minus FI ആണ്. സോ FL എടുക്കണം. FL എടുക്കാൻ ഇക്വേഷൻ P1A1 minus P2A2. FL is equal to P1A1 minus P2A2. അതെങ്ങനെ വന്നേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ FP is equal to FL minus FI. FL minus FI. FL means net load on the piston. അതെങ്ങനെ വരുന്നത്? That is equal to P1A1 minus P2A2. അതായത് ഇതിൽ കൂടിയാണ് ഗ്യാസ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ P1 പ്രഷർ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. P1 പ്രഷർ ഡയമീറ്റർ D ആണ്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എത്ര വരും? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ഇവിടെ P1 ഇൻറ്റു ഈ ഭാഗത്തെ കവർ സൈഡിൽ ഏരിയ ഇല്ല A1 എന്ന് പറഞ്ഞാൽ A1 ഈക്വൽ ടു π/4 ഇൻറ്റു ക്യാപിറ്റൽ D സ്ക്വയർ. അറിയാലോ? സോ ഈ കവർ സൈഡിലെ ഏരിയ എന്ന് പറയുന്നത് മൊത്തം വരും ക്യാപിറ്റൽ D. ക്രാങ്ക് സൈഡിലെ കവർ സൈഡിലെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ Dയും ക്രാങ്ക് സൈഡിലെ ഡയമീറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ D മൈനസ് D ആണ്. അതിങ്ങനെ വരുന്നത് ഇവിടെ ഒരു റോഡ് വരുന്നുണ്ട്, പിസ്റ്റൺ റോഡ്, അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം പിസ്റ്റൺ റോഡ്. അത് സ്മോളർ D ആണ് ഡയമീറ്റർ. ഇത് മൊത്തം ക്യാപിറ്റൽ D. അപ്പോൾ ക്യാപിറ്റൽ Dൻ്റെ അകത്തുനിന്ന് ആ സ്മോളർ D മൈനസ് ചെയ്തിട്ട് നമ്മുടെ ബാക്കി ഭാഗം ഇവിടെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ അതാണ് D മൈനസ് D. അതായത് ഇവിടെ ഫ്രണ്ട് ഈ സൈഡിൽ നോക്കുമ്പോൾ അതിൻ്റെ ചിത്രം ഇങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് നോക്കുമ്പോൾ എന്താ വരിക? ഇത് വരും, ഒരു ഹോൾ ഉണ്ടാവും. സോ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര വരിക? π/4 ഇൻറ്റു ക്യാപിറ്റൽ D മൈനസ് സ്മോളർ D ഹോൾ സ്ക്വയർ ആയിരിക്കും. ഈ ഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ π/4 ഇൻറ്റു ക്യാപിറ്റൽ D സ്ക്വയർ ആയിരിക്കും ഈ ഭാഗത്തെ ഏരിയ. സോ ഈ ഭാഗം ഇവിടത്തേതും ഇത് ഈ സൈഡിലേത്തതും ആണ്. സോ നെറ്റ് ലോഡ് ഓൺ ദി പിസ്റ്റൺ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 1.125 ആണ്. അപ്പോൾ ഇതുവഴി ഇവിടെ P2ൻ്റെ 0.125 ആണ്, കുറവാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തള്ളുന്നുണ്ട്, ഇവിടുന്ന് കൂടുതൽ അങ്ങോട്ടേക്ക് തള്ളുന്നുണ്ട് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ കുറഞ്ഞ ഫോഴ്സും ഇവിടെ കൂടിയ ഫോഴ്സുമാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മൂവ് ടുവേഴ്സ് റൈറ്റ്. സോ ആ നെറ്റ് ഗ്യാസ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര വരിക? ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന P1A1 ഫോഴ്സ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന P2A2 എന്ന് പറയുന്ന ഫോഴ്സ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഇനേർഷ്യ ഫോഴ്സ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഇത് മൂന്നും കൂടി സമ്മ് ചെയ്തതായിരിക്കും FP. FP മീൻസ് ഗ്യാസ് ഫോഴ്സ്. FP മീൻസ് ഗ്യാസ് ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഗ്യാസ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പിസ്റ്റൺ എഫോർട്ട് എന്ന് പറയും. FP പിസ്റ്റൺ എഫോർട്ട് എന്ന് പറയും. പിസ്റ്റൺ എഫോർട്ട് വരുമ്പോൾ FL FI RF ഇവിടെ നെറ്റ് എടുത്തിട്ടാണ്. അപ്പോൾ ഇത് 0 ആയി മാറി. ഇറ്റ് ഇസ് നോട്ട് കൺസിഡറിങ്. RF ഇസ് നോട്ട് ഗിവൺ. സോ ഇതാ ഒരു ഇക്വേഷൻ. FI നമ്മൾ കണ്ടുപിടിച്ചു. FL എന്ന് പറഞ്ഞാൽ P1A1 മൈനസ് P2A2. അതാണ് FL, നെറ്റ് ലോഡ് ഓൺ ദി പിസ്റ്റൺ. FL means net load on the piston. FP means net force on the piston. അപ്പോൾ FL കണ്ടുപിടിക്കുന്നത് P1A1 മൈനസ് P2A2. P1A1 ഇവിടെ, P2A2 ഇവിടെ. P1A1 is greater than P2A2, ചെറുതാണ്. അപ്പോൾ അതാണ് നെറ്റ് ലോഡ്. സോ A1 equal to A2 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് P1 മൈനസ് P2 ഇൻറ്റു A. P1 1.125 into 10⁶ minus 0.125 into 10⁶ into area π/4 into capital D. π/4 into 0.3 whole square അല്ലെങ്കിൽ 0.07. So you will get FL equal to 70,685.83 Newton. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നെറ്റ് ലോഡ് ഓൺ ദി പിസ്റ്റൺ. അതിനകത്ത് നിന്ന് ഇനേർഷ്യ ഫോഴ്സ് മൈനസ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 66.625 kN എന്ന് പറഞ്ഞാൽ
66,625 ന്യൂട്ടൺ. അതാണ് നിന്ന് ഗ്യാസ് ഫോഴ്സ് അല്ലെങ്കിൽ പിസ്റ്റൺ എഫോർട്ട് എന്ന് പറയുന്നതാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടിൽ ഹിയർ. സോ അങ്ങനെ എഫ് പി കിട്ടി. അപ്പോൾ എഫ് പി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എഫ് പി ഇസ് ഈക്വൽ ടു എഫ് ഐ പ്ലസ് ഓർ മൈനസ് എഫ് ഐ മൈനസ് ആർ എഫ്. ആർ എഫ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കാരണം പിസ്റ്റന്റെ മൂവ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആർ എഫ് വരിക. ബട്ട് ഹിയർ ആർ എഫ് ഇസ് നോട്ട് ഗിവൺ, സോ യു ക്യാൻ നെഗ്ലക്ട് ഇറ്റ്, യു ക്യാൻ അവോയ്ഡ് ഇറ്റ്. സോ യുവർ ഇക്വേഷൻ വിൽ ബിക്കം എഫ് ഐ പ്ലസ് ഓർ മൈനസ് എഫ് ഐ. അപ്പോൾ ഇവിടെ എഫ് ഐ മൈനസ് എഫ് ഐ ആണ് വരുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ക്രാങ്ക് ആംഗിൾ ഈസ് അക്യൂട്ട്, തീറ്റ ഈക്വൽ ടു 1 ഡിഗ്രി കുറവാണ്. സോ എഫ് ഐ മൈനസ് എഫ് ഐ എന്ന് പറയാം. സോ എഫ് ഐ means net load of the piston is equal to P1A1 minus P1A1 and P2A2 minus ചെയ്യുക എഫ് ഐ. അതിനകത്ത് എഫ് ഐ കൂടി മൈനസ് ചെയ്താൽ അവർ ആൻസർ എഫ് പി നമുക്ക് കിട്ടി, പിസ്റ്റൺ എഫോർട്ട്. നെക്സ്റ്റ് എഫ് എൻ. എഫ് എൻ എത്ര വരിക? സിലിണ്ടർ ബോൾ ആക്ട് ചെയ്യുന്ന ലോഡ്. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ്. ഇത് ബൈ ഹാർട്ട് പഠിക്കണം. എഫ് പി ടാൻ ഫൈ. എഫ് എൻ ഈക്വൽ ടു എഫ് പി ടാൻ ഫൈ. അതെങ്ങനെയാണ് വന്നത്? എഫ് എൻ ഈക്വൽ ടു എഫ് പി ടാൻ ഫൈ. നെക്സ്റ്റ് ഇതിന് എഴുതുക. നമ്മുടെ ചിത്രം ഇങ്ങനെയാണ് അല്ലേ? ഇത് എഫ് പി, ഇതിങ്ങനെ പോകുന്നുണ്ട്. ഇത് എഫ് ക്യു, ഓക്കെ. ഇത് എഫ് എൻ, ഓക്കെ. ഇങ്ങനെയുള്ള. അപ്പോൾ ഞാൻ ഇതിനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു, ഈ ഭാഗം ഇങ്ങോട്ടേക്ക് എടുത്തു, ഈ കാണുന്ന ഭാഗം ഇവിടെ എടുത്തു. അങ്ങനെയല്ല, ഇനി ഇതാ മതി. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഇതിങ്ങനെ വന്നു, ഉത്തരം ഉണ്ടല്ലോ, ഇങ്ങനെ വന്നു, ഇനി ഉണ്ടല്ലോ, അങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഫോം എ ട്രയാങ്കിൾ ആണ് ഇമ്പോർട്ടൻ്റ്. ഹൊറിസോണ്ടൽ ലൈൻ എഫ് പി, നെക്സ്റ്റ് വെർട്ടിക്കൽ ലൈൻ എഫ് എൻ, നെക്സ്റ്റ് അനദർ ലൈൻ എഫ് ക്യു. ആരോ മാർക്ക് ടുവേർഡ്സ് ഇത് അല്ല, ഈ ട്രയാങ്കിളിനകത്ത് വേണം ഇത്, ഈ ആരോ മാർക്ക്. സോ എഫ് എൻ. സോ ദിസ് ആംഗിൾ ഈസ് ഫൈ. സോ യു ക്യാൻ റൈറ്റ്, നമുക്ക് എന്ത് എഴുതാം? sin phi is equal to opposite side divided by hypotenuse. So from this you can write Fn is equal to Fq sin phi എഴുതാം. Fn is equal to Fq sin phi എഴുതാം. Similarly നമുക്ക് sin നോക്കി. cos phi is equal to എഴുതാം. Adjacent side Fp divided by hypotenuse Fq. So from this Fq is equal to Fp divided by cos phi. ഈ രണ്ട് ഇക്വേഷൻസ് ഓർമ്മിക്കുക. Fn equal to Fq sin phi യും Fq is equal to Fp cos phi അല്ലേ? So from this നമുക്കിപ്പോൾ Fq അറിയാം. ഈ Fq നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായി മാറി? Fn is equal to Fq സ്ഥലത്ത് Fp divided by cos phi into sin phi. ഇങ്ങനെയാണ് മാറും. sin phi by cos phi is equal to tan phi. So Fn is equal to Fp tan phi. അങ്ങനെയാണ് വരുന്നത്. ഒന്നിട്ട് ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക. Fn is equal to Fp tan phi. ഇനി ഫൈൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ ഫൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷനാണ് sin phi is equal to sin theta divided by n. ഈ ഇക്വേഷൻ അങ്ങോട്ടൊക്കെ പഠിക്കുക. n equal to 3.5, sin theta is given sin 60 divided by 3.5. So you will get the value of sin phi. So phi is equal to sin inverse of that one. So you will get the answer. So only the equation we got and you make up. Every equation we you will get the value of phi. So phi is equal to 14.33 degree. Next, മൂന്നാമത്തെ FQ. FQ is equal to equation Fp divided by cos phi. നമുക്കറിയാം 66.625 divided by cos of 14.33 equal to 68.76 kilonewton. Ft is equal to Fp divided by cos phi into sin of bracket theta plus phi. അതൊരു ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണം.
So you will get the value of 66.209 kilonewton. Similarly, FB, അഞ്ചാമത്തെ thrust on crankshaft bearing, FQ into cos of theta plus phi equal to 18.6 kilonewton. The last turning moment, torque, is equal to, the equation is what? That is crank effort, അല്ലെങ്കിൽ ടോർക്ക്, അല്ലെങ്കിൽ ടേണിംഗ് മൊമെന്റ്, അല്ലെങ്കിൽ ടോർക്ക് ഓൺ ക്രാങ്ക് ഷാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇക്വേഷൻ ടി ഈക്വൽ ടു എഫ് ടി ഇൻറ്റു ആർ. അപ്പോൾ ആറിൻ്റെ എഫ് ടി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ടി ഈക്വൽ ടു എഫ് പി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടും. ആൻസർ എഫ് പി നമുക്കറിയാം, എഫ് പി ഈസ് ഈക്വൽ ടു പഠിച്ചിട്ട് മിസ്റ്റേക്ക് ഉണ്ടാവും, 6665 ആവുന്നുണ്ട് ഇവിടെ. എഫ് പി 66.625. എഫ് പി ഇൻറ്റു ആർ 0.3 ഇൻറ്റു സൈൻ 60, സൈൻ 2 ഇൻറ്റു 60, 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ എത്ര 3.5 എൽ ബൈ ആർ സൈൻ സ്ക്വയർ 60. സോ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും, കിലോമീറ്ററിനെ ന്യൂട്ടണിലേക്ക് മാറ്റുക. 66.625 equal to 19.8. 66 ന്യൂട്ടണിലേക്ക് മാറ്റി, അല്ല കിലോമീറ്ററിനെ ന്യൂട്ടണിലേക്ക് മാറ്റി 0.3 മീറ്റർ. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വിൽ ബി 19,862, 19,862 ന്യൂട്ടൺ മീറ്റർ. അതിന് കിലോമീറ്റർ പെർ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഡിവൈഡ് ബൈ 1000. സോ 19.8 കിലോമീറ്റർ മീറ്റർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ടി ഈക്വൽ ടു എഫ് ടി ഇൻറ്റു ആർ. ഈ എഫ് ടി കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. എഫ് ടി ഈസ് ഈക്വൽ ടു എഫ് പി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ഫൈ ഡിവൈഡ് ബൈ കോസ് ഓഫ് കോസ് ഫൈ. എന്നിട്ടൊരു ഇക്വേഷൻ കൂടി ഉണ്ട് എഫ് ടി കണ്ടുപിടിക്കാൻ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതേ ആൻസർ കിട്ടുമോ എന്ന്. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഇപ്പം എഫ് പിൻ്റെ വാല്യൂ 66.625 ഇൻറ്റു സൈൻ ഓഫ് തീറ്റ പ്ലസ് വൈ സൈൻ 74.33 സൈൻ 74.33 ഈസ് ഈക്വൽ ടു 0.962 ഡിവൈഡ് ബൈ cos phi, cos 14.3, theta is 5, cos 14.33 is equal to 0.968. And the answer is 66.625 into 0.962 divided by 0.968 is equal to 66.21. So T is equal to FT into R, 66.21 into 0.3 into 0.3 is equal to 19.8. So രണ്ടും സെയിം ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ പഠിക്കാം, അല്ലെങ്കിൽ എഫ് ടി ഇവിടെ ഇത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഈ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എഫ് ടി is equal to എഫ് പി ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഒന്നിക്കൽ ഈ ഇക്വേഷൻ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എഫ് ടി ഈക്വൽ ടു എഫ് പി ഇൻറ്റു സൈൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ ഡിവൈഡ് ബൈ കോസ് ഫൈ. ബോത്ത് വിൽ ഗിവ്സ് യു ദി സെയിം ആൻസർ. അതിലൊരു മാറ്റമില്ല, രണ്ടും ഒരേ ആൻസർ കിട്ടും. ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വന്നൊരു സംശയം ഉണ്ടാവും. ഒന്നെങ്കിൽ ബൈഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ നോക്കുക. ഇതിപ്പോൾ നമ്മുടെ ചിത്രം എങ്ങനെയാണുള്ളത്, ലൈൻ ഓഫ് സ്ട്രോക്ക് ഓഫ് ദി പിസ്റ്റൺ, ഇത് എഫ് ക്യൂ അല്ലേ, ഇത് ക്രാങ്ക് ഇങ്ങനെയുള്ളത്, ഇത് തീറ്റ. സോ ഇത് എഫ് ടി, ഇത് എഫ് ക്യൂ. സോ ദിസ് വിൽ ബി എഫ് ബി, ഇത് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് ഫൈ ആണ്, ഇത് തീറ്റയാണ്. സോ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ഈ ആംഗിൾ എത്ര വരിക?
ഇത് 90 ഡിഗ്രിയാണ്, അതിന് യാതൊരു ആവശ്യമില്ല. സോ ഇതെത്ര വരും? എത്ര വരും? ഇത് കണ്ടുപിടിക്കണം. സോ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ഇത് മൊത്തത്തിൽ 180 ഡിഗ്രി വരിക അല്ലേ? അപ്പോൾ തീറ്റ പ്ലസ് 5. സോ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180 മൈനസ് ഓഫ് തീറ്റ പ്ലസ് 5. സോ ഈ ആംഗിൾ കൂടി എത്ര വരണം? 180 വരണം. അപ്പോൾ എത്ര വരും? 180 മൈനസ് ഓഫ് തീറ്റ പ്ലസ് 5 പ്ലസ് what about this angle? X, let it be X equal to 180 degree. Okay, അപ്പോൾ 180 minus theta minus 5 plus x is equal to 180. So from this x is equal to 180 minus 180 plus theta plus 5. So 180 minus 0. So x is equal to theta plus 5. Okay. So this angle will be x theta plus 5. So this will be theta plus 5. So what about this angle? It is 90 degree. It is 90 degree. So what will be this angle? This angle is equal to 90 minus of theta plus 5. I hope it is clear till here. Okay. So this angle will be 90 minus of theta plus 5. So take cos angle. So cos of 90 minus of theta plus 5 is equal to adjacent side. The 90. So this is the resultant FQ. This is the component. On the FQ the component. On the FQ the component on the FT on the FBU. So cos phi is equal to adjacent side FT divided by hypotenuse FQ. So from this FT is equal to cos of 90 minus theta equal to sin theta. So sin theta plus phi is equal to FT divided by FQ. So from this FT is equal to FQ into sin of theta plus phi. FT equal to FQ into sin of theta plus phi. So what will be the value of FQ? FQ is equal to FP divided by cos phi. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. Okay, ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. FQ is equal to FP divided by cos phi. So put FQ ന്റെ സ്ഥാനത്ത് FQ is equal to FP divided by cos phi into sin theta plus phi. Sin theta plus phi. അങ്ങനെയാണ് ഈക്വേഷൻ വരുന്നത്. ഓക്കെ, അതേമാതിരി നമുക്ക് FP കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കോസ് അപ്ലൈ ചെയ്ത് സൈൻ എടുക്കുക. സോ സൈൻ ഓഫ് 90 മൈനസ് ഓഫ് തീറ്റ പ്ലസ് 5 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് FP ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് FQ. So from this FB is equal to sin 90 minus theta cos theta. So FQ into cos of theta plus 5. So thus FB is equal to cos of theta plus 5. Okay. FB is equal to FQ into cos of theta plus 5. ഒന്നെങ്കിൽ ഈക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇതേമാതിരി ഡിറൈവ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഈ രണ്ട് ഈക്വേഷൻ കൂടി ശ്രദ്ധിക്കുക. That's all about this problem. Here the force acting on the connecting rod may be resolved into two components. One FT and FB. FT and FB. There is one component perpendicular to the crank. One component perpendicular to the crank is perpendicular to the component on FT. Okay. FT means crank pin effort. This crank pin effort is torque undakunna. FT into R torque undakunna crank pin effort ആണ്. അല്ലെങ്കിൽ torque ഉണ്ടാക്കുന്നത്. പിന്നെ മറ്റേ component along the crank ആണ്. അല്ലെങ്കിൽ parallel to crank FB. It is along the crank. Along the crank FB. അതിനെ കൊണ്ട് എന്താക്കുന്നത്? It produces thrust on the crankshaft bearing. Thrust on the crankshaft bearing.